ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് പെയ്ഡ് വർക്കിൻ്റെ സ്റ്റോറിയാണ്. ഇന്നത്തെ പോലെ അന്ന് ഇൻസ്റ്റാ പേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആരെങ്കിലും ഒക്കെ പറഞ്ഞറിഞ്ഞായിരിക്കും നമ്മളെ വിളിക്കുന്നത്. പിന്നെ ഇന്നത്തെ പോലെ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും മുൻകൂട്ടി പറയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അവരെന്ത് തരുന്നോ അതും മേടിച്ചുകൊണ്ട് പോരും. ഇതായിരുന്നു അന്നത്തെ പരിപാടി. ആ പരിപാടി അന്നത്തോടെ അവിടെ അങ്ങ് നിർത്തി. പിന്നെ പോകുന്ന വർക്കിനെല്ലാം മുൻകൂട്ടി പേയ്മെൻറ്റ് പറഞ്ഞിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അത് കുറച്ച് ഹെവി വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഹെവി വർക്ക് എന്ന് പറയുമ്പോൾ ബ്രൈഡിനും ബ്രൈഡിൻ്റെ സിസ്റ്ററിനും പിന്നെ അമ്മയ്ക്കും പിന്നെ കസിനും അങ്ങനെ കുറച്ച് പേർക്ക് ഇടാനുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ബ്രൈഡിനും ബ്രൈഡിൻ്റെ കസിനും പിന്നെ വേറെ ആർക്കോ ഒരാൾ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ബ്രൈഡിൻ്റെ കാലിലും പിന്നെ ബ്രൈഡിൻ്റെ സിസ്റ്ററിനുമാണ് ഇട്ടുകൊടുത്തത്. അതും ഫുൾ ഹാൻഡ് വീതമായിരുന്നു ഇട്ടത്. അങ്ങനെ പിന്നെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് നല്ല രാത്രിയായി. അത് കഴിഞ്ഞ് പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണല്ലോ. നമ്മളവരോട് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര പേയ്മെൻറ്റ് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ ദാണ്ടേ നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മ പൈസ ആയിട്ടിരുന്നു. പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണത്തിന് പൈസ കൊടുക്കുന്ന കവറില്ലേ, അതിനകത്തായിരുന്നു ഞങ്ങളുടെ കയ്യിൽ തന്നത്. എൻ്റെ കയ്യിൽ ഒരു കവറും തന്നു, അവളുടെ കയ്യിൽ വേറൊരു കവറും കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ പൈസയൊക്കെ കിട്ടിയ എക്സൈറ്റ്മെൻറ്റിൽ നേരെ വീട്ടിൽ പോയി കവർ വെട്ടിച്ച് നോക്കി. അപ്പം എന്താ, അവൾക്ക് 500 രൂപയും എനിക്ക് 500 രൂപയും. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് പെയ്ഡ് വർക്കിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു പേയ്മെൻറ്റ് പറഞ്ഞിട്ടായിരുന്നു വർക്കിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുടെയും ഫസ്റ്റ് പെയ്ഡ് വർക്കിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.